അധ്യായം 40. അവൾ ഇത്ര സുന്ദരിയാണോ? ലാവണ്യ തന്റെ കോഫി കുടിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് ഹേമന്ത് ശ്രദ്ധിച്ചു. അവൻ അവന്റെ മുന്നിലുള്ള കോഫി എടുത്തു കുടിച്ചു നോക്കി. മധുരമില്ലാത്ത കോഫിയായിരുന്നു ലാവണ്യ അവന് വേണ്ടി ഓർഡർ ചെയ്തത്. ഹേമന്തിന് കോഫി ഇഷ്ടമായില്ല. അവനത് താഴെ വെച്ച ശേഷം ചോദിച്ചു, നീലിമ കാണാൻ നല്ല സുന്ദരിയാണല്ലേ? ഹേമന്ത് അപ്പോൾ അങ്ങനെ ചോദിച്ചത് ലാവണ്യ എന്താണ് അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ മറുപടി പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ആ ചോദ്യത്തിൽ ലാവണ്യ അസ്വസ്ഥയായെന്ന് അവന് തോന്നുകയും ചെയ്തു. എനിക്കറിയില്ല, വലിയ സുന്ദരിയാണെന്നൊന്നും തോന്നുന്നില്ല, ഒരു ഏവറേജ്, അത്രയുള്ളൂ, ലാവണ്യ അസൂയയോടെ പറഞ്ഞു. അപ്പോൾ ഹേമന്തിന് അവൾക്ക് സിദ്ധാർത്ഥിന്റെ അടുത്ത് ഇഷ്ടമുണ്ടോ എന്ന് സംശയം തോന്നി. അങ്ങനെ ഏവറേജ് ഒന്നുമില്ല, നല്ല സുന്ദരിയാണോ കുട്ടി? ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതല്ലേ. ഈ വിന്റേജ് സിനിമ നായികമാരില്ലേ, അവരെ പോലൊക്കെയാണ്. നല്ല ഭംഗിയുള്ള കണ്ണും നല്ല മുഖം, ഇതൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോകും, ഹേമന്ത് പറഞ്ഞു. അവന്റെ ഓരോ വാക്കിലും അവളെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ലാവണ്യ കോഫി കുടിക്കുന്നത് നിർത്തി കപ്പ് താഴെ വെച്ചു. നീ അവളെ പറ്റി പുകഴ്ത്താനാണോ വന്നിരിക്കുന്നേ? ലാവണ്യ ചോദിച്ചു. അല്ല, ഞാൻ സത്യം പറഞ്ഞതാ. അല്ല, നിനക്കെന്തിനാ ഇത്രയധികം ദേഷ്യം? ഞാൻ തെറ്റായി വല്ലതും പറഞ്ഞു നിന്നോട്? ഹേമന്ത് ചോദിച്ചു. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ലാവണ്യ മനസ്സിലാക്കുന്നത്. ഹേമന്തിന് ഒരു സംശയം തോന്നാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവൾ ഉടനെ പറഞ്ഞു, അല്ലടാ, അങ്ങനെയല്ല, ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞതാ. അല്ല, അത് പോട്ടെ, നീ മറുപടി പറഞ്ഞില്ലല്ലോ. എപ്പോഴാ ട്രീറ്റ് വേണ്ടത്? ലാവണ്യ ചോദിച്ചു. നാളെ തന്നെ ആയിക്കോട്ടെ. ഹോട്ടൽ സ്കൈ ഇന്റർനാഷണൽ ഓക്കെ അല്ലേ? ഹേമന്ത് ചോദിച്ചു. ഓക്കെ, ഡീൽ, ലാവണ്യ പറഞ്ഞു. ഹേമന്ത് അപ്പോഴും പൂർണ്ണമായും സന്തോഷിച്ചില്ല. അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അവൻ ലാവണ്യയോട് ചോദിച്ചില്ല. അല്ല ഹേമന്ത്, നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ആ പെണ്ണ് സിദ്ധാർത്ഥിന്റെ ബന്ധം മാത്രമാണെന്ന്? ലാവണ്യ വീണ്ടും ചോദിച്ചു. ഹേമന്ത് അല്പം അസ്വസ്ഥനായിരുന്നു. അവനത് മറച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ പിന്നീട് പറയാം. അല്ല, നിന്നെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത്. പിന്നെന്താ? ഹേമന്ത് ചോദിച്ചു. അവന്റെ എടുത്തടിച്ച പോലെയുള്ള ചോദ്യത്തിൽ ലാവണ്യ ഒന്ന് പതറി. എടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. അത് പോട്ടെ, അപ്പോ ഞാൻ ഇറങ്ങുവാ, ഹോട്ടലിൽ വെച്ച് കാണാം. ലാവണ്യ ഉടനെ അവിടെ നിന്നും പോയി. ഹേമന്ത് അല്പനേരം കൂടി അവിടെ ഇരുന്ന് കടലിലേക്ക് നോക്കി. പിറ്റേന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു നീലിമ. നേരം പുലർന്നു. സമയം ഒരുപാട് കടന്നു പോയിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല. അവളുടെ മനസ്സിൽ ലാവണ്യയുടെ മുഖം ഇടയ്ക്കിടെ തെളിഞ്ഞു വന്നു. സിദ്ധാർത്ഥിന്റെ അടുത്ത് ആരെങ്കിലുമാണോ ലാവണ്യ എന്നറിയാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. ലാവണ്യ സിദ്ധാർത്ഥിന്റെ അടുത്ത് പെരുമാറിയത് കാമുകിയെ പോലെയാണ്. ഒരു പക്ഷേ സിദ്ധാർത്ഥ് ആ പെണ്ണിനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടാവുമോ എന്ന ഭയവും നീലിമയ്ക്ക് തോന്നി. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ലാവണ്യ സിദ്ധാർത്ഥിന്റെ ആരായാലും എനിക്കെന്താണ്? അയാൾ എന്റെ ശരിക്കുള്ള ഭർത്താവോ കാമുകനോ ഒന്നുമല്ല. അയാളോട് ഈയിടെയായി വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. അത് കുറയ്ക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഏത് നിമിഷവും അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടവളാണ് ഞാൻ, നീലിമ മനസ്സിൽ പറഞ്ഞു. താൻ അത്ര ഹാപ്പി അല്ലെന്ന് മനസ്സിലായിട്ടും രാത്രി മുതൽ ഈ സമയം വരെ സിദ്ധാർത്ഥ് അവളോട് അതിനെക്കുറിച്ച് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. അതിന്റെ വിഷമവും നീലിമയ്ക്കുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് സത്യത്തിൽ താൻ ആരുമല്ല എന്ന യാഥാർത്ഥ്യം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. അധികം അങ്ങനെ കിടന്ന് ചിന്തിച്ചാൽ ഉള്ള സമാധാനം മുഴുവൻ പോകുമെന്ന് തോന്നിയപ്പോൾ നീലിമ എഴുന്നേറ്റ് ഫ്രഷായി അശ്വിനെ സ്കൂളിലാക്കിയ ശേഷം സ്വന്തം ഓഫീസിലേക്ക് പോയി. ആ സമയം സിദ്ധാർത്ഥ് വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് അവർ അന്ന് തമ്മിൽ കണ്ടില്ല. നീലിമ ഒരു ഓട്ടോയിൽ ഓഫീസിന്റെ മുന്നിൽ ചെന്നിറങ്ങി. കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. കഴിഞ്ഞ രാത്രി മുഴുവൻ ലാവണ്യയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവസാനം വർക്കിന്റെ കാര്യങ്ങളെല്ലാം മറന്നുപോയിരുന്നു. അവൾ ധൃതിയിൽ ക്യാബിനിലേക്ക് നടന്നു. ക്യാബിനിൽ ചെന്ന് തന്റെ ചെയറിലിരുന്ന് ജോലികൾ ഓരോന്നായി ചെയ്തു തുടങ്ങി. ഏകദേശം വർക്കുകൾ തീർന്നപ്പോൾ ഉച്ചയായിരുന്നു. നീലിമയ്ക്ക് വിശക്കാനും തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഫോണിൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നത്. നീലിമ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ ചേർത്തു. ഹലോ മേഡം, ഞാൻ ഫിലിം സിറ്റി മാഗസിനിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ മാഗസിൻ കവർ ഇത്തവണ നിങ്ങളുടെ മോഡൽ സൂര്യയാണ്. ബുദ്ധിമുട്ടില്ല എങ്കിൽ പുള്ളിയുടെ ഡേറ്റ് ഒന്ന് വേണം, ഫോട്ടോഷൂട്ടിനാണ്. അപ്പുറത്ത് നിന്ന് ഒരാൾ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഫിലിം സിറ്റി എന്ന മാഗസിൻ അത്യാവശ്യം ഫേമസ് ആണ്. അതിൽ സൂര്യയുടെ ഫോട്ടോ വന്നാൽ അവൻ ഇനിയും പ്രശസ്തനാവും. നീലിമ കൂടുതൽ ആലോചിക്കാതെ അവരോട് സമ്മതം പറഞ്ഞു. ഇത്തിരി നേരം കൂടി ആ സംസാരം നീണ്ടു. ഒടുവിൽ വീണ്ടും വിളിക്കാമെന്ന ഉറപ്പിൽ അവർ ഫോൺ വെച്ചു. അപ്പോഴാണ് അവിടേക്ക് സൂര്യ കയറി വരുന്നത്. അവനെ കണ്ടപാടെ നീലിമ ചോദിച്ചു. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സൂര്യ, വീട്ടിൽ വർഷയുടെ കൂടെ ഇരിക്കാൻ? എന്തിനാ പിന്നെയും ഇന്ന് വന്നേ? ദേ, നിനക്കിനി അധികം പഠിക്കാനൊന്നുമില്ല, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താലും മതിയെന്നാ മാർഷൽ ആർട്സ് മാസ്റ്റർ എന്നോട് പറഞ്ഞത്. നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ അവളെ നോക്കി. അവൾ അങ്ങനെയേ പറയൂ എന്നവൻ ആദ്യം മോഹിച്ചിരുന്നു. അവന്റെ ചുണ്ടിൽ നേരിയ ചിരി വിരിഞ്ഞു. നീലിമ മേഡം, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വർഷയ്ക്കൊപ്പം ഒരു ന്യൂ ഹോം ന്യൂസ് ഉണ്ട്. പിന്നെ അവൾ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്.
സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ നോക്കി. അവൻ തുടർന്നു. ഇനിയിപ്പോ വെബ് സീരീസ് തുടങ്ങാൻ അധികം സമയമില്ലല്ലോ. സോ ഇനി ബാക്കി ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവളാ പറഞ്ഞത്. നീലിമ മേഡത്തിന് അത് കണ്ടാൽ സന്തോഷമാവുമെന്നും പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അതും നോക്കാമെന്ന് കരുതി വന്നതാ. സൂര്യ പറഞ്ഞു നിർത്തി. ഹാ, എന്തായാലും കുഴപ്പമില്ല. അവളെ നന്നായി കെയർ ചെയ്യേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീലിമ പറഞ്ഞു. ശ്രദ്ധിച്ചോളാം. സൂര്യ പറഞ്ഞു. അപ്പോഴാണ് അവന്റെ കയ്യിൽ ഒരു കവറ് നീലിമ കാണുന്നത്. അല്ല, ഇതെന്താ? സൂര്യ അപ്പോൾ കവറിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു. മേഡം എപ്പോഴും പുറത്തു നിന്നല്ലേ ഫുഡ് കഴിക്കുന്നേ? ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. സൂര്യ പറഞ്ഞു. എന്നിട്ട് അവൻ ഫുഡ് കവർ അവളുടെ നേരേക്ക് നീട്ടി. നീ എന്തിനാ സൂര്യ ഇത്രയും ബുദ്ധിമുട്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്? വേണ്ടായിരുന്നു, നീലിമ പറഞ്ഞു. ഇതിൽ എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ്. സോ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ മേഡം? സൂര്യ ചോദിച്ചു. നീലിമ മറുപടി പറയാതെ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കവർ തുറന്നു. അതിൽ ചിക്കൻ ബിരിയാണിയായിരുന്നു ഉണ്ടായിരുന്നത്. നീലിമ 2 പാത്രത്തിൽ ഫുഡ് എടുത്തു വെച്ചു. ഇതിപ്പോ എനിക്കൊറ്റക്ക് എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നീയും കൂടെ കൂടിക്കോ, എന്നാലേ ഇത് തീരൂ, നീലിമ പറഞ്ഞു. സൂര്യ അവളുടെ ക്ഷണം നിരസിച്ചില്ല. അവൻ അവൾക്കരികിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ആഹാ, നിനക്ക് ഇത്ര നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? വളരെ നന്നായിട്ടുണ്ട്, നീലിമ പറഞ്ഞു. സൂര്യ അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു. ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി പഠിച്ചതാ എല്ലാം. സൂര്യ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നി. അവൻ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നതാണ് എന്ന് അവൾക്ക് നേരത്തെ അറിയാം. അവൾ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൻ ഉണ്ടാക്കിയ ബിരിയാണിക്ക് ഭയങ്കര സ്വാദുണ്ടായിരുന്നു. നീ കഴിക്ക്. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഫിലിം സിറ്റി മാഗസിനിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ ഒരു ഫോട്ടോഷൂട്ട് ഉടനെ ഉണ്ടാകും. അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ. നീലിമ അത് പറഞ്ഞപ്പോൾ സൂര്യക്ക് അതിയായ സന്തോഷം തോന്നി. തന്റെ ജീവിതം നീലിമ വന്നതിൽ പിന്നെ മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും എല്ലാറ്റിനും നീലിമ മാത്രമാണ് കാരണമെന്നും അവൻ വിശ്വസിച്ചു. അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് സൂര്യയുടെയും നീലിമയുടെയും ഫോണിൽ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അത് തുറന്നു നോക്കിയ നീലിമ അമ്പരന്നു പോയി. ഇന്ന് വൈകുന്നേരമാണോ നമ്മുടെ കമ്പനിയുടെ വാർഷികത്തിന്റെ ആഘോഷം? ഇതെന്താ ആരും നേരത്തെ പറയാതിരുന്നേ? നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പറഞ്ഞു. ശരിയാ, ഞാനാണ് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. എന്ത് ചെയ്യുമോ എന്തോ. നീ ഒരു കാര്യം ചെയ്യ് സൂര്യ, നീ ഇപ്പൊ തന്നെ പോയിക്കോ, ഡ്രസ്സ് വാങ്ങിക്ക്. എന്നിട്ട് റെഡിയായി ഒരു 6 മണിയാകുമ്പോഴേക്ക് വാ. ഞാൻ അപ്പോഴേക്കും വർക്ക് തീർത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്കട്ടെ, നീലിമ പറഞ്ഞു. സൂര്യ ശരിയെന്ന് തലയാട്ടിയ ശേഷം വേഗം അവിടെ നിന്നും ഇറങ്ങി. നീലിമ കഴിച്ച് ബാക്കി വന്ന ഫുഡ് വേസ്റ്റ് എല്ലാം കളഞ്ഞ ശേഷം തിരികെ ക്യാബിൽ വന്നിരുന്നു ബാക്കിയുള്ള വർക്കുകൾ വേഗം തീർത്തു വെക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു. അശ്വിൻ എത്തിയില്ലായിരുന്നു. മല്ലികയോട് പാർട്ടിയുടെ കാര്യം പറഞ്ഞ ശേഷം നീലിമ വേഗം ഫ്രഷായി വേഷം മാറി വീണ്ടും ഓഫീസിലേക്ക് വന്നു. അപ്പോഴേക്കും സൂര്യയും എത്തിയിരുന്നു. ടാക്സിയിൽ വന്നിറങ്ങിയ നീലിമയെ കണ്ട് സൂര്യ അന്തം വിട്ടുപോയി. അവൾ അത്രയും ഒരുങ്ങിയിട്ട് ആദ്യമായി കാണുകയാണ്. വെള്ള ഡ്രസ്സിൽ ഒരു മാലാഖയെ പോലെ സുന്ദരിയായിരുന്നു നീലിമ. ആര് കണ്ടാലും നോക്കിപ്പോകും. സൂര്യ കണ്ണൊടുക്കാതെ അവളെ നോക്കി. ഈ ഡ്രസ്സ് കൊള്ളാമോ? നീലിമ ചോദിച്ചു. വളരെ നന്നായിട്ടുണ്ട് മാഡം, സൂര്യ പറഞ്ഞു. എന്നാ വാ പോവാം, നീലിമ ടാക്സിയിൽ തിരികെ കയറിയ ശേഷം പറഞ്ഞു. അവർ നേരെ പാർട്ടി നടക്കുന്ന ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിലേക്ക് എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലാണ് പാർട്ടി നടക്കുന്നത്. നീലിമ സൂര്യയുടെ കൂടെ അവിടേക്ക് ചെന്നു. അവളെ കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം സുന്ദരിയായിരുന്നു ആ ഡ്രസ്സിൽ നീലിമ. സാമലക്സും കിരണുമെല്ലാം നേരത്തെ അവിടെ എത്തിയിരുന്നു. അലങ്കരിച്ച പാർട്ടി ഹാളിലൂടെ നീലിമ നടന്നു വരുന്നത് കണ്ട് അവർ രണ്ടുപേരും അവളെ അത്ഭുതത്തോടെ നോക്കി. നീലിമയെ അത്രയും സുന്ദരിയായി അവർ ആദ്യമായി കാണുകയാണ്. പക്ഷെ സാമലക്സിന് അവളോട് യാതൊരുവിധ ആകർഷണവും തോന്നിയില്ല. അവളെ കൗതുകത്തോടെ നോക്കി നിൽക്കുക മാത്രമേ അയാൾ ചെയ്തുള്ളൂ. പക്ഷേ കിരൺ അങ്ങനെയായിരുന്നില്ല. അവൻ നീലിമയെ ആ രാത്രി തനിക്ക് അനുഭവിക്കാൻ കിട്ടുന്നത് സങ്കല്പിച്ചുകൊണ്ടാണ് അവളെ നോക്കിയതുപോലും. ദേ വന്നിട്ടുണ്ട് ബോസിന്റെ ക്രഷ്, സാമലക്സ് കിരണിനെ നോക്കി പറഞ്ഞു. കണ്ടു ഇവളെനിക്ക് ക്രഷോ കോപ്പോ ഒന്നുമല്ല, ജസ്റ്റ് 1 night ചാൻസ്. കിരൺ നീലിമയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. സാമലക്സ് അത് കേട്ട് അവനെ നോക്കി ചിരിച്ചു. എന്നാലും ബോസിന്റെയൊക്കെ ഒരു യോഗം, സാമലക്സ് പറഞ്ഞു. കിരൺ അത് കേട്ട് അവന്റെ തോളിൽ തട്ടി. എടാ സാമേ, നീ എനിക്കിതുപോലെ ഓരോന്നിനും കൊണ്ടുതരുന്നത് കൊണ്ടാ എനിക്ക് നിന്നെ ഇത്ര കാര്യം. ഇവളെ ഇന്ന് എന്റെ റൂമിലേക്ക് എത്തിക്കേണ്ട ഡ്യൂട്ടിയും നിനക്കാണ്, അറിയാലോ, കിരൺ പറഞ്ഞു. അത് കേട്ട് സാമലക്സ് ചിരിയോടെ തലയാട്ടി. ഇതുപോലെ പലരുടെ ജീവിതവും സാമലക്സ് കിരണിന്റെ കൂടെ ചേർന്ന് തകർക്കാൻ കൂട്ടുനിന്നിരുന്നത് കൊണ്ടാണ് അയാൾ ഇപ്പോഴും സ്റ്റാർട്ടപ്പ് മാനേജറായി തുടരുന്നത് തന്നെ. നീലിമയെ എങ്ങനെ കിരണിന്റെ റൂമിൽ എത്തിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് സാമലക്സ് നിന്നു. ഓഫീസിലായിരുന്നു സിദ്ധാർത്ഥ്. രാവിലെ നീലിമയെ കാണാൻ സാധിച്ചിട്ടില്ല.
അതിൽ അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ദുരഭിമാനം അത് സമ്മതിച്ചില്ല. അങ്ങനെ അവൻ നീലിമയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഹേമന്തിന്റെ കോൾ അവന്റെ ഫോണിലേക്ക് വന്നു. ഹലോ. സിദ്ധാർത്ഥ ഫോൺ എടുത്തു. ഹലോ സിദ്ധു, ഇന്നൊരു പാർട്ടി വെച്ചിട്ടുണ്ട് ലാവണ്യ, ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിൽ. നീ ഉണ്ടാവില്ലേ? ഹേമന്ത് ചോദിച്ചു. സത്യത്തിൽ സിദ്ധാർത്ഥിനെ ക്ഷണിക്കാൻ അവനെ ഏൽപ്പിച്ചത് ലാവണ്യായിരുന്നു. ഇല്ല, ഞാനില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. ലാവണ്യ പറഞ്ഞതാ നിന്നെ ക്ഷണിക്കാൻ, ഹേമന്ത് വ്യക്തമാക്കി. അവൾക്ക് ഭ്രാന്താണ്, എനിക്കൊന്നും വയ്യ, നിങ്ങൾ തന്നെ അങ്ങോട്ട് ആഘോഷിക്കൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ഹേമന്തിന് അല്പം സന്തോഷം തോന്നി. ലാവണ്യയോട് സിദ്ധാർത്ഥിന് ഒരടുപ്പവുമില്ലെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. സിദ്ധാർത്ഥ് അപ്പോൾ അവന്റെ മെയിലിൽ കമ്പനികളുടെ മീറ്റിംഗ് നോട്ടിഫിക്കേഷൻ വായിക്കുകയായിരുന്നു. ശരി സിദ്ധു, എന്നാ ഓക്കെ, നിന്റെ ജോലി നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഹേമന്ത് ഫോൺ വെക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ചോദിച്ചു. അല്ല, പാർട്ടി ഏത് ഹോട്ടലിൽ നിന്നാ പറഞ്ഞ്? ഹോട്ടൽ സ്കൈ ഇന്റർനാഷണലിൽ. ഹേമന്ത് പറഞ്ഞു. ആ, ഞാനും വരുന്നുണ്ട് പാർട്ടിക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. ശേഷം ഫോൺ വെച്ചു. ഹേമന്ത് അവൻ പറഞ്ഞത് കേട്ട് അമ്പരന്നു. ഇവനല്ലേ ആദ്യം വരില്ലെന്ന് പറഞ്ഞ്, ഇപ്പൊ വരുന്നോന്നും. ഇവന്റെ സ്വഭാവം ഒരു തരത്തിൽ പിടികിട്ടുന്നില്ലല്ലോ ദൈവമേ, ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു. സിദ്ധാർത്ഥ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. നീലിമ ജോലി ചെയ്യുന്ന സ്റ്റാർഡം മീഡിയയുടെ വാർഷികാഘോഷ പാർട്ടി ഹോട്ടൽ സ്കൈ ഇന്റർനാഷണൽ നടക്കുന്ന കാര്യം അവൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അതാണ് ഉടനെ സിദ്ധാർത്ഥ് വരാമെന്ന് പറഞ്ഞത്. നീലിമയെ പാർട്ടിയിൽ വെച്ച് കാണാമെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു. അവൾക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി. പാർട്ടി ഹാളിൽ സൂര്യക്കൊപ്പം ഇരുന്ന നീലിമ ഓരോ വിശേഷങ്ങൾ പറയുകയായിരുന്നു. അലങ്കരിച്ച ഹോളും മറ്റും അവർക്ക് ചർച്ചാ വിഷയമായി. അപ്പോഴൊന്നും നീലിമ സാമലക്സും കിരണും തന്നെ ശ്രദ്ധിക്കുന്നത് അറിഞ്ഞതേയില്ല. തന്റെ വരുതിയിലാക്കാൻ വേണ്ടി മാത്രമാണ് കിരൺ വന്നിരിക്കുന്നതെന്ന് പോലും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. സാമലക്സ് കിരണിന് ഒരു ഗ്ലാസ് മദ്യം നീട്ടി. ഈ പെണ്ണ് ഭയങ്കര സുന്ദരി തന്നെ കേട്ടോ, കിരൺ മദ്യം നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. ബോസിന് ഇന്നങ്ങനൊക്കെ തോന്നും. നടക്കട്ടെ, അവളെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാ നമ്മൾ തമ്മിലുള്ള ഡീല് മറക്കരുത്. സൂര്യയെ എനിക്ക് വേണം, സാമലക്സ് പറഞ്ഞു. അതുറപ്പല്ലേ? കിരണിന് വാക്കൊന്നേ ഉള്ളൂ, കിരൺ പറഞ്ഞു. എന്നിട്ട് അവൻ കാമം നിറഞ്ഞ കണ്ണുകളോടെ നീലിമയുടെ ശരീരത്തിലേക്ക് നോക്കി. ഇതൊന്നും അറിയാതെ സൂര്യയോടൊത്ത് സംസാരിക്കുകയായിരുന്നു. പാവം നീലിമ.